ഹലോ. അപ്പോൾ നമ്മുടെ അടിപൊളി സെയിൽ വീഡിയോ കുറച്ച് സെയിൽ വീഡിയോയുടെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ തംബ്നെയിൽ ശ്രദ്ധിച്ചല്ലോ, നമ്മൾ ഈ പ്രാവശ്യം പരിചയപ്പെടുന്നത് നമ്മുടെ ഈദൻ റോസ് ആണ്. ഞാനിതിനെ ഏദൻ റോസ് എന്നാണ് പറയുന്നത്, ഗാർഡനിലും ഇതിനെ ഏദൻ റോസ് എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഇത് വന്നിട്ട് ഈദൻ റോസ് എന്നാണ് കേട്ടോ. ഈ ഒരു റോസ് റെയർ വെറൈറ്റി ആണ്. അതുപോലെ തന്നെ മറ്റു റോസുകളിൽ നിന്ന് ഒരു വ്യത്യാസം ഇവർക്കുണ്ട് കേട്ടോ. ഇവർ ഏത് കളറിൽ വിരിഞ്ഞാലും അതിൻ്റെ സൈഡിലായിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡ് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു വൈറ്റിൽ മാത്രമാണ് അങ്ങനെ അധികം ഇല്ലാത്തത്, പക്ഷേ വൈറ്റിലും ഗ്രീൻ ഷെയ്ഡും ഉള്ളത് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 3 പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഈ പ്രാവശ്യം ഈ കാണുന്ന വൈറ്റ് ഉണ്ട്, ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡ് ഉണ്ട്, പിന്നെ ഒരു റോസ് കളറിലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 3 സ്പെഷ്യലായിട്ടുള്ള റോസ് ആയിരുന്നു. ഇപ്പോൾ 3 എണ്ണം നമ്മൾ പാക്കിങ്ങിന് വേണ്ടി എടുത്തു വെച്ചിട്ടുള്ളതാണ്. സോന എന്ന് പറഞ്ഞ മാമാണ് നമ്മുടെ ഈ 3 അടിപൊളി വെറൈറ്റീസിനെ സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏദൻ റോസ് വേണമെങ്കിൽ പ്രീ ഓർഡർ വഴി സ്വന്തമാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രീ ഓർഡറിൽ ഏദൻ റോസ് കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗിൽ നോക്കി നിങ്ങൾക്ക് ഓർഡർ തരാവുന്നതാണ്. അപ്പോൾ വേറെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ആ ഒരു ഗ്രീൻ കളറാണ്. നമുക്കിപ്പോൾ പൂവിൻ്റെ കറക്റ്റ് ഒരു ഭംഗി ഞാൻ പല വീഡിയോസിലായിട്ട് ഇത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ എടുത്തു വെച്ചേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ആ ഒരു വെയിലൊക്കെ ഏറ്റിട്ട് പൂ കുറച്ചൊന്ന് സൈഡിലൊക്കെ ആയിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. അത്ര വെയിലാണ് ഇവിടെ. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ ഏദൻ റോസ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ ഗാർഡനിലൊരു വ്യത്യാസം, കാരണം ഇവർ വിരിയാൻ കുറച്ച് പാടാണ് കേട്ടോ. വിരിഞ്ഞ് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. പ്രത്യേക ആകൃതിയിലൊക്കെയാണ് വിരിഞ്ഞ് വരുന്നത്. പക്ഷേ വിരിഞ്ഞ് കഴിഞ്ഞാൽ സുന്ദരിമാരാണ്. ഇത് കണ്ടോ, അവിടെ ഒരാൾ വിരിയാൻ നിന്നിട്ട് ഇപ്പോൾ 3 ദിവസം ഇതുവരെ വിരിഞ്ഞിട്ടില്ല. പിന്നെ ഇതിൻ്റെ പൂക്കൾ വലിപ്പം വെക്കുകയും ചെയ്യും, ചിലത് അധികം വലിപ്പം വെക്കാണ്ടൊക്കെയാണ് എൻ്റെ കയ്യിൽ കിട്ടിയേക്കുന്ന പ്ലാന്റ്സ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്കുകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അധികമൊന്നും വിരിഞ്ഞ് കാണുന്നില്ല, കുറച്ച് വിരിഞ്ഞാണ് നിൽക്കുന്നത്. എന്ത് വന്നാലും വെറൈറ്റിയാണ്. റോസൊക്കെ കളക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു വെറൈറ്റി റോസാണ്. ഇതാണ് കേട്ടോ ലൈറ്റ് പീച്ച് കളറിൽ വരുന്നിട്ടുള്ളത്. നിങ്ങൾ കണ്ടോ, അതിൻ്റെ മൊട്ടായിരിക്കുന്ന സമയത്താണ് നമ്മൾ ആ ഒരു ഗ്രീൻ ഷെയ്ഡ് ശരിക്കും കാണാൻ സാധിക്കുന്നത് കേട്ടോ. കണ്ടോ, ഇത് ഇവിടെ ഒരു വണ്ടുണ്ട് കേട്ടോ, പൂക്കളൊക്കെ തിന്നാനായിട്ടൊരു വണ്ട് വരും. എല്ലാ പൂക്കളും ഇതുപോലെ കടിച്ചൊക്കെ വെച്ചേക്കുന്നത് കാണാം. പിന്നെ അവർക്കും എൻജോയ് ചെയ്യണമല്ലോ. അപ്പോൾ ഇതാണ് പൂവ് വിരിഞ്ഞിട്ട് ഏദൻ റോസ്. ഞാൻ തപസ് ചെയ്ത് വിരിയിച്ചെന്നൊക്കെ പറയാം ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കിപ്പോൾ പീച്ച് കളറിലെ ഏദൻ റോസ് അവൈലബിൾ ആണ്. ബാക്കി 2ഉം ഇപ്പോൾ ഈ മാമിന് കൊടുത്തു. നമുക്ക് വെറൈറ്റി ആയിട്ട് കിട്ടുന്ന റോസാണ്. അപ്പോൾ ഈ മാമിന് കൊടുത്തു. പ്രീ ഓർഡർ വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ കാറ്റലോഗിൽ നോക്കിയാൽ മതി. പിന്നെ ഇപ്പോൾ നല്ല കത്തണ വെയിലാണ് കേട്ടോ. നമ്മൾ സാധാരണ നമ്മുടെ ഒരു ക്ലൈമറ്റ് ഉള്ള സമയത്ത് പോലും റോസുകൾ കൊറിയർ വഴി കിട്ടിക്കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്ത് വയ്ക്കുന്നത് തണലത്താണല്ലേ. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. കെയർ ചെയ്ത് നല്ല ഒരു ഷെയ്ഡുള്ള സ്ഥലത്ത് റോസ് പ്ലാന്റ്സ് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റോസ് ഓർമ്മയുണ്ടോ, നമ്മുടെ ഒരു വീഡിയോയിൽ ഒരുപാട് പേര് കൊതിച്ച ഒരു ട്രീ റോസാണ് കേട്ടോ ഇത്. വലിയ റോസ് എന്ന് പറഞ്ഞാൽ അത്രയും വലിപ്പമുള്ള റോസാ ചെടിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പേര് എനിക്കറിയില്ല കേട്ടോ, ഇതിൻ്റെ കറക്റ്റ് ഐഡിയ അറിയില്ല. ബിഗ് ഫ്ലവർ ആയിട്ടുള്ള ക്ലൈമ്പിംഗ് റോസാണ്. പെറ്റൽസ് ഒരുപാടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതളുകളാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള റോസാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചെറിയ തൈകൾ കിട്ടുമോ എന്ന് ചോദിച്ച ആളുകളുണ്ട് കേട്ടോ നമ്മളോട്. അപ്പോൾ ആ സമയത്തേക്ക് കൊണ്ടുവരാം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് പ്രീ ഓർഡർ വഴി ബുക്ക് ചെയ്യാവുന്നതാണ്. ചെറിയ തൈകളും ബുക്ക് ചെയ്യാം, ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ്സും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ തൈകളുടെ സൈസും ഞാനിതിൽ കാണിച്ചിട്ടുണ്ട്. സുന്ദരിയായിട്ടുള്ള റോസാണ് കേട്ടോ, അടിപൊളി പ്ലാന്റാണിത്. ഒരു മെറൂൺ കലർന്ന ഒരു റെഡ്, അങ്ങനെയാണ് ഇത് ആദ്യം വിരിയുന്നത്. പതുക്കെ പതുക്കെ ഇത് കൊഴിയാറാകുമ്പോൾ ഒരു പിങ്ക് കളർ ഇതിലോട്ട് കയറി വരുന്നതൊക്കെ കാണാം. ചില റോസുകൾ കാണുമ്പോൾ മാജിക് ആണോ എന്നൊക്കെ തോന്നിപ്പോലെ. അങ്ങനെയുള്ള ഏറ്റവും ഒരു മാജിക്കുകാരിയാണ് നമ്മുടെ ഡിലൈറ്റ് റോസുകൾ, അല്ലെ ഡബിൾ ഡിലൈറ്റ് വിഭാഗത്തിൽപ്പെടുന്ന റോസുകൾ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഈ ഒരു സൈസ് ഉള്ളതുകൊണ്ട് ചെറിയ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളെ ചെറിയ പ്ലാന്റ്സ് പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. നമുക്കിനി ചെറിയ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് ചെറിയ പ്ലാന്റ്സ് എന്ന് ഉദ്ദേശിച്ചാൽ അത്ര ചെറുതൊന്നും അല്ല കേട്ടോ. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ചെടികളെ നിങ്ങൾക്ക് ഞാൻ തരികയുള്ളൂ. അപ്പോൾ കണ്ടോ,
അപ്പോൾ ആദ്യം കാണിച്ചതിൻ്റെ ട്രീ ടൈപ്പാണ്, അതും നമുക്ക് ഉണ്ട് കാറ്റലോഗിൽ. ഈ ഒരു വെറൈറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗ് നോക്കി ഓർഡർ ചെയ്യാവുന്നതാണ്. ഇനി കാറ്റലോഗ് നോക്കി ഓർഡർ ചെയ്യാൻ അറിയാത്തവർക്ക് സാധാ ചെയ്യുന്ന പോലെ സ്ക്രീൻഷോട്ട് വഴി നമുക്ക് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും. അപ്പോൾ അടിപൊളി റോസാണ്, ഒരുപാട് പെറ്റൽസ് ഉള്ളത് കണ്ടോ, അത്രയും തിങ്ങി നല്ല പെറ്റൽസ് ഉള്ള നല്ല റോസാണ്. തേയിലപ്പൊടിയുടെ സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ അടിപൊളി പ്ലാന്റാണ്, നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഇനി അടുത്തത് ഇതേ കണക്ക് തന്നെ നമുക്ക് വരുന്ന പൂക്കൾ വരുന്ന ഒരു നാടൻ ക്ലൈമ്പിംഗ് റോസാണ്. പെയിൽ യെല്ലോ കളറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കണ്ട റോസിൻ്റെ പെറ്റൽസ് ഭയങ്കര സോഫ്റ്റാണ്. ഇത് അത്രയും സോഫ്റ്റ് അല്ല, കുറച്ച് കട്ടിയുണ്ട്. പക്ഷെ നല്ല സുന്ദരിയായിട്ടുള്ളൊരു ക്ലൈമ്പിംഗ് റോസാണ് കേട്ടോ. അപ്പോൾ ഈ റോസും നമുക്ക് സെയിലിനുണ്ട്. വലിയ പ്ലാന്റും ഉണ്ട് സെയിലിന്, ചെറിയ പ്ലാന്റും ഉണ്ട്. ചെറുതെന്ന് പറയുമ്പോൾ അത്ര ചെറുതായിട്ട് കിട്ടാറില്ല ഇവരെ. അപ്പോൾ ഇതിൻ്റെ റേറ്റും നമ്മൾ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ടാകും, നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. പ്രീ ഓർഡർ വഴിയും ഓർഡർ തരാവുന്നതാണ്. ഇതാണ് വലിയ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു സൈസിലൊക്കെയാണ്. അപ്പോൾ നമ്മളിത് കൂടുതലും ഇങ്ങനത്തെ റോസുകൾ നല്ല വലിപ്പമുള്ളത് വാങ്ങാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം നിറയെ പൂക്കളും ശാഖകളൊക്കെ ആയിട്ട് വാങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. ഇനി എല്ലാവരും ചോദിക്കാറുണ്ട് നമ്മുടെ ഓർക്കിഡ് റോസ്. എനിക്ക് പെട്ടെന്ന് ചിരി വരാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. അതൊരു സന്തോഷത്തിൻ്റെ ഒരു ചിരിയാണ്. ഓർക്കിഡ് റോസ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ട്. പക്ഷേ എല്ലാവരും ചിന്തിക്കുന്നത് ഞാൻ ഓർക്കിഡ് റോസ് ഒന്നും സെയിലിനായിട്ട് കൊണ്ടുവരുന്നില്ലെന്നാണ്. ഓർക്കിഡ് റോസ് സെയിലിനുള്ള സാധാരണ നമ്മൾ കോമൺ ആയിട്ട് വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ സെയിൽ വീഡിയോ ഇടാത്തത്. പക്ഷേ ഇവരെ അങ്ങനെ വില കുറച്ച് കാണുന്നതല്ല. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ അവൈലബിൾ ആണ് ഓർക്കിഡ് റോസ്. അപ്പോൾ നമുക്കും കണ്ടോ, ഇത്രയും നല്ല അടിപൊളി പ്ലാന്റ്സ് ഒക്കെയാണ്. ഓർക്കിഡ് റോസിൻ്റെ കവർ പ്ലാന്റും നമ്മുടെ കയ്യിലുണ്ട്. ഇതുപോലെയുള്ള വലിയ ചട്ടികളിലുള്ള പ്ലാന്റ്സും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ വലിയ ചട്ടികളിലുള്ള പ്ലാന്റ്സിനാണ് ആളുകൾ നമ്മുടെ കയ്യിൽ അടുത്ത് വരാറ്, കസ്റ്റമേഴ്സ് വരാറ്. കാരണം ഇവരിത്തിരി സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഇവരെ കുറച്ച് വേരൊക്കെ വളർന്ന് കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ ഉള്ള പ്ലാന്റ്സ് വാങ്ങാനാണ്. ഇതിൻ്റെയും ട്രീ റോസ് കാര്യങ്ങൾ നമുക്ക് സെയിലിനായിട്ട് വരാറുണ്ട്. അപ്പോൾ എല്ലാ പ്ലാന്റ്സിൻ്റെയും ട്രീ റോസുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പ്രീ ഓർഡർ വഴിയാണ് ബുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാറ്റലോഗ് വഴി ബുക്ക് ചെയ്യാം. കാറ്റലോഗ് വഴി ഓർഡർ തരാൻ അറിയില്ലാത്തവർക്ക് അല്ലാതെ സ്ക്രീൻഷോട്ട് വഴി പ്രീ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ആരും പരാതിയായിട്ട് വരരുത്, ഓർക്കിഡ് റോസ് എന്താ സെയിലിന് കൊണ്ടുവരാത്തത് എന്നൊന്നും ചോദിക്കരുത്. ഇതൊക്കെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് വരുന്നതാണ് കേട്ടോ. ചിലതൊക്കെ കണ്ടിട്ട് റിപ്ലൈ പോലും കൊടുക്കാൻ പറ്റാറില്ല. അപ്പോൾ അങ്ങനെയുള്ളതാണ് ഞാൻ ഇവിടെ എല്ലാവർക്കും വേണ്ടി വന്ന് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ. കണ്ടോ എന്ത് സുന്ദരിയാണല്ലേ. എനിക്ക് തോന്നുന്നു ഇത്രയും സൗന്ദര്യമുള്ളത് കൊണ്ടാണ് ഓർക്കിഡ് റോസിനെ എല്ലാവരും സ്നേഹിക്കുന്നത്. പിന്നെ മുള്ളൊന്നും ഇല്ലാത്തൊരു ക്യൂട്ട് റോസാണല്ലോ, ഒരു കുഞ്ഞാവ് പോലെ അല്ലേ. നമ്മളെ കുത്തി നോവിക്കാത്ത ഒരു കുഞ്ഞു റോസാണ്. ഭയങ്കര നിഷ്കളങ്കമായ റോസ് എന്നൊക്കെ പറയാം അല്ലേ. കാണാൻ തന്നെ നല്ല ക്യൂട്ടാണ്. അപ്പോൾ ഓർക്കിഡ് റോസിൻ്റെ ആ ഒരു കൊല കുത്തിയുള്ള പൂക്കളുണ്ടാവുന്ന രീതി തന്നെ കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയാണ്. എനിക്കുണ്ടായിരുന്നു ഓർക്കിഡ് റോസ്, ഇപ്പോൾ ഇല്ല കേട്ടോ, പ്ലാന്റ് ചീത്തയായി പോയി. ഞാനിപ്പോൾ റോസ് അങ്ങനെ നടന്നുമില്ല. അപ്പോൾ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് പൂക്കൾ ഇതുപോലെ തരുമായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. ഈദൻ റോസ് അഥവാ നമ്മുടെ ഭാഷയിൽ ഏദൻ റോസ് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തി. അപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി റോസുകൾ വേണമെങ്കിൽ എൻ്റെ ഈ ചാനൽ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നല്ലൊരു അടിപൊളി മത്സര വീഡിയോ നമ്മുടെ ചാനലിൽ കിടന്ന് ഓടുന്നുണ്ട്. നിങ്ങൾ പോയി നോക്കുക, മത്സരിക്കുക. നല്ലൊരു സമ്മാനമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.